നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ല. പേടിപ്പിച്ചൊന്നുമല്ല, നാട്ടുകാരുടെ തല്ലുകൊണ്ടിരിക്കാൻ ചെയ്ത വാങ്ങട്. ഈശ്വര, കുളി തുടങ്ങണേ ഉള്ളൂ. നീ തല്ലുകൊണ്ട് ചാവും. അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്ന് മൂത്രമൊഴിക്കായിരുന്നല്ലേ? ആ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് കണ്ടാലേ ഇനി മേലെ നിനക്ക് മൂത്രമൊഴിക്കേണ്ടി വരില്ല. ചിരിക്കണ്ട, ഒരു കോലം കണ്ടാ മതി. ഇതിനെന്താ കുഴപ്പം? വെറുതെ അല്ല നാട്ടുകാർ നിന്നെ പച്ചോന്തെന്ന് വിളിക്കണ. വിളിക്കട്ടെ, വിളിച്ച് പഠിക്കട്ടെ. പച്ചോന്തേ ഇതൊക്കെ ഇട്ട് പൊന്തയിലിരുന്ന് ആരും കാണണമെന്ന് നിന്റെ വിചാരം? അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ണിപ്പെടില്ല. അതുകൊണ്ടല്ലേ പച്ചയിട്ട് ഇറങ്ങിയത്. ഇടാ മണക്കൂ, ഈ സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ നിനക്കറിയാമോ? എനിക്കൊന്നും കേക്കണ്ട. ആ, നീ അതേ പറയൂ. ഇടാ, ഇതിനൊക്കെ വിവരം വേണം. നീ അതിന് സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അത്രയൊക്കെ മതി, ജീവിച്ചാ പോരെ? മതി. ഈ ലോകത്ത് വേറെ ഒന്നും നീ അറിയണ്ട. അറിഞ്ഞാ വിവരമുള്ളവനായി പോവില്ലേ? വിവരം കൂട്ടിയിട്ടാണ് ഇതുപോലൊക്കെ ചെയ്യണത്. അയ്യോ, ഇന്നാളെ അമ്പലക്കുളത്ത് വെച്ച് അടി കിട്ടിയത് ഇത്ര പെട്ടെന്ന് പറഞ്ഞു നീ? ആ, അതിപ്പോ അടിയാണോ? അതൊരു ഒന്നും തള്ളൂല്ലേ. അങ്ങോട്ട് പോയി കേട്ടുവാ. ഒരു രസമല്ലടാ. എടാ, സത്യം പറയട്ടെ, ഇതുപോലെ മനസ്സിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച ഈ ലോകത്ത് വേറെ എന്തുണ്ട്? അടി കണ്ണിന് കിട്ടിയാ ഈ കാഴ്ചയും പോവും. അങ്ങനെയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? ഒരു പുക എടുക്കണ വേണ്ട. എടാ, ആണുങ്ങളായതൊക്കെ വലിച്ച് ശീലിക്കണം. രാവിലെ 3 നേരം കൂടി അങ്ങോട്ടാ. പെൺകുട്ടികൾക്കൊക്കെ തീരെ ബഹുമാനം ഇല്ലാതായി. എങ്ങനെ ഉണ്ടാവാനാ? ദിവസം 5 നേരം TV സീരിയലല്ലേ തിന്നണത്? അല്ല കാണുന്നത്. എന്താ അടുത്ത പരിപാടി? എന്ത് പരിപാടി? പിന്നെ ഈ സിമന്റ് ചട്ടുകവും തേപ്പുകളൊക്കെ ഇട്ടി പൊക്കണ എന്തിനാ വെറുതെ കിടക്കണ? അയ്യോ, ഇന്നെനിക്ക് പണിയുണ്ട്. അക്കാര്യം ഞാൻ മറന്നുപോയി. മേസ്ത്രിയോട് കാത്തിരിക്കാം. അപ്പം വൈകുന്നേരം കാണാം. ഓക്കെ. ആ മണക്ക് വന്ന അവൻ കുളിയും കാണാൻ പറ്റില്ല. മേസ്ത്രിയുടെ തെറിയും കേൾക്കേണ്ടി വരും. ഹലോ, ചിരിക്കണ്ട ചിരിക്കണ്ട. എങ്ങനെ ചിരിക്കാതിരിക്കും? നിന്റെ വീട്ടിൽ വന്ന എന്താ പ്രശ്നം? വന്നാലേ എന്റെ അച്ഛൻ ഈ നസ്രാണി ചെറുക്കന്റെ മൂക്ക് മുറിക്കും. അല്ലെങ്കിൽ തന്നെ ചെറിയൊരു സംശയമുണ്ട് വീട്ടില്. നമ്മുടെ കാര്യം ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാ തോന്നണ. എന്തായാലും ഇതൊക്കെ ഒരു ദിവസം എല്ലാവരും അറിയാൻ പോണതല്ലേ? ഈശ്വര, ഓർക്കും ഭാഗം പേടിയാവാ എനിക്ക്. ഒരു പേടിയും വേണ്ട. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ ഭൂമി അങ്ങോട്ട് കുലുങ്ങിയാലും ശരി, ഈ പപ്പടത്തിനെ ഞാൻ കൊണ്ടുപോകും. എങ്ങോട്ടാ? അങ്ങ് ബെത്ലഹേമിലേക്ക്. എന്റെ വീട്ടുകാരറിഞ്ഞാലേ 2 പേരും പിടിച്ച് കുരിശി തറക്കാൻ ഞാൻ മതി. കുട്ടികൾ കാണൂട്ടോ. കണ്ടാലെന്താ? അവർക്കതെല്ലാം അറിയുന്നല്ലേ? അവരല്ല, മറ്റാരെങ്കിലും കണ്ട കുഴപ്പം തന്നെയാ. ഇപ്പോഴും കൂടി എന്റെ അച്ഛൻ പറഞ്ഞ എന്താന്നറിയോ? കണ്ട ഇടവഴിയിലും പറങ്കിമാവിന്റെ ചോട്ടിലും കറങ്ങി നടന്നാ നിന്റെ മുട്ടും കാല് തല്ലി ഓടിക്കുന്നു. അല്ല, നല്ല ചെത്ത് സ്റ്റൈലിൽ ഇങ്ങനെ ദിവസവും രാവിലെ എന്ത് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങണേ? അതിനാണോ ക്ഷാമം? ഇപ്പൊ എന്റെ പപ്പയുടെയും പപ്പടോ? പപ്പടമല്ല, അത് നിന്റെ വീട്ടിൽ. ഇത് പപ്പ, മൈ ഫാദർ. അവരുടെ വിചാരം ഞാൻ വലിയ സത്യക്രിസ്ത്യാനിയാണെന്ന്. ദിവസവും രാവിലെ പള്ളിയിലേക്കാണെന്ന് പറഞ്ഞ ബൈക്കെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പള്ളി കയറിയിട്ട് മാസം എത്രയെന്ന് ഈശോയ്ക്ക് മാത്രം അറിയാം. പച്ചോന്തോ? ആ സിമന്റ് പണിക്കാരെ ശങ്കരു കണ്ട പ്രശ്നമാണേ. എന്റെ ഏട്ടന്റെ കൂട്ടാവൻ. ഞാൻ പോണേ. എത്ര നേരെ കാത്തു നിൽക്കണു? വാപ്പോ. എവിടെ? ഇല്ല, പപ്പടം കൊണ്ട് അങ്ങാടി പോയിരിക്കുക. എപ്പോഴാവും വരിക? അറിയില്ല, വൈകുന്നേരം ആവുമ്പോഴേ വരണുണ്ടാവുള്ളൂ. കൊറേ പ്രാവശ്യം എന്നെ നടത്തിക്കണു. വെറുതെ കളിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞോളൂ. പറഞ്ഞോളാം കുഞ്ഞുണ്ണിയാരെ. അത്യാവശ്യ കാര്യമാണ്, അല്ലെങ്കിൽ തൂങ്ങിച്ചാവേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടേ ₹5000 എണ്ണി വാങ്ങിയിട്ട് മാസം 5 ആയി. ഇപ്പൊ അതിന്റെ പലിശയില്ല, മുതലും ഇല്ല. ഇങ്ങനെ ആയാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. പലിശ മറ്റടുത്ത് പലിശ പണ്ടാരക്കാലം പേടിപ്പിച്ച പറഞ്ഞല്ലോ. ഇവത്തെ ഒളിച്ചിരിക്കാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞാ ഇപ്പൊ നിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. പൈസ എണ്ണി വാങ്ങിച്ച ശേഷം എപ്പോ അന്വേഷിച്ചൊന്നും ആളെ കാണില്ല. വരുമ്പോ പറഞ്ഞോളാം. നേരാമണ്ണം അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. അല്ലെങ്കിൽ കെട്ടിവരും ഞങ്ങൾ അവനോട് കൊണ്ടുപോകും. കൊടുത്ത മുതലും പലിശയുടെ പലിശയും കൃത്യമായിട്ട് എണ്ണിയാ ഞങ്ങൾക്കറിയാം. വാടാ, അങ്ങാടിയിൽ നോക്കാം. എന്താ കുഞ്ഞിഞ്ഞാരെ? വേലാതിനെ അന്വേഷിച്ചു വന്നാ. പലിശ തോണ്ടാൻ വന്നാവൂല്ലേ? അതെ അതെ. ഈ പഹയന്റെ അടുത്ത് അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരും കണ്ടില്ലേ കായ് കടമാങ്ങ? അനീറ്റിന്റെ കല്യാണാവശ്യത്തിന് വേണ്ടി വാങ്ങിയതാ. ആധാരവും കൊടുത്തു. നാട്ടുകാരുടെ കപം തിന്നെ നടക്കുന്ന ഹിമാറാവേ കുടിയും പറമ്പും പോവാൻ നോക്കിക്കോളി. അല്ല, അന്റെ വേലാതെ ശരിക്കും ഇവിടില്ലേ? അതാരാ? ശരിക്കും വേലാതെ ഇവിടെ തന്നെ ഉണ്ട്. മനസ്സമാനം തരില്ല തെണ്ടികൾ. ഞമ്മളാ? ഹേയ്, പലിശ പലിശ എന്ത്? എനിക്ക് അത്യാവശ്യമായിട്ട് 12 ഇട്ട് പപ്പടം വേണം. എന്താ വിശേഷം? തന്റെ കെട്ടിയോള് വയസ്സറിയിച്ചോ? ആ പ്രായം ഇപ്പൊ എന്റെ ജാനുനല്ലേ? ഓൾ ഇപ്പോഴും ചെറുപ്പാ. അങ്ങനെയുള്ള വിചാരം വിളിക്ക് ഇല്ലാതില്ലടോ. എന്റെ നെഞ്ചിത്തീയ. അല്ല, കണ്ടത് പറഞ്ഞാനിട്ടാ. ഈ എന്തിനാ വരാതെ ഇങ്ങനെ ഇടങ്ങേറാവുന്നത്? വല്ല കണ്ണിടാക്കിട്ടരം കണ്ടൂടെ? കാശ് വേണ്ടടോ. അതുകൊണ്ട് പിന്നെ ആവാന്ന് കരുതി ഓർഡർ എത്തിക്കാൻ കണക്കാക്കി വെച്ചതാ. രാവിലെ പീടിയിൽ തിരക്ക് കഴിഞ്ഞ് ഗ്ലാസ് കൈ വെക്കുമ്പോഴാ ഒരു സദ്യന്റെ ഓർഡർ കിട്ടിയത്. ബയ്യെങ്കിലും ഏറ്റു. 4 ചില്ലാനം കിട്ടുന്ന കാര്യല്ലേ? അന്നെ കണ്ടു തന്നായി രമേശ. ആ കാര്യസ്ഥൻ രാഘവൻ എന്നെ അന്വേഷിച്ചിരുന്നു.
ഇവനെയോ കാര്യസ്ഥന് പ്രാന്ത? അല്ല ഇതെന്തപ്പ ചക്രൂരി വരണേ? 5 കാശിന്റെ ചക്രം ഈ വീട്ടിലേക്കില്ല. എന്നാ പിന്നെ ഈ ചക്രമെങ്കിലും ആയിക്കോട്ടെ. കള്ളന്മാരുടെ ശല്യം ഉണ്ടാബക്ക. നമ്മുടെ മുതല് നമ്മളല്ലേ സൂക്ഷിക്കണ്ട. അത് വേണം. കക്കാൻ പറ്റിയ ഒരു സാധനം. തൂക്കി വിറ്റ അതിന് തുരുമ്പിന്റെ വില പോലും കിട്ടില്ല. സൈക്കിളിന് ചീത്തപ്പേര് ഉണ്ടാക്കാൻ കൊണ്ട് നടക്കുക പ്രമാണി. ഓൻ കേക്കണ്ട. ഇയാള് പോ. ഇത് പരത്തി പരത്തി എന്റെ ജീവിതം പരന്നു എന്നല്ലാണ്ട് വേറൊന്നും ബാക്കിയില്ല. പതത്താൻ ഞാനല്ലേ അതെ. നീ പോടാ. ഞാൻ ഇവിടുത്തെ ഒരു പ്രമാണിയുടെ കാര്യം പറഞ്ഞതാ. കുലത്തൊഴിൽ പഠിച്ചാ മോശല്ലേ? പാന്റ് ഷർട്ട് ഇട്ട് ഇങ്ങനെ വെറുതെ നടക്കാൻ പറ്റില്ലല്ലോ. മലക്കട മൂട്. ഒന്നും മിണ്ടണ്ട, അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഉണ്ടാക്കി വെച്ച ഓർഡർ എത്തിക്കാൻ പറ്റുമോ നിന്റെ പ്രമാണിയോടൊന്ന് ചോദിച്ചു നോക്കടി. പറ്റുമോ നിനക്ക്? ആ കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞു. ഹാവൂ, ജന്മാന്തര പുണ്യം. 10 കെട്ട് പപ്പടം നമ്മുടെ അമ്മണിയായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ? ആ അമ്മണി അമ്മയ്ക്ക് 10 കെട്ട് വേണത്രേ. അവര് 2 കെട്ട് ചെയ്തല്ലേ, ഇനി 8 കെട്ട് വേണോ? 10 കെട്ട് പപ്പടത്തിന്റെ കാര്യ പറഞ്ഞത്. ഓ അങ്ങനെ. എവിടുന്ന് വന്നൂടി നിനക്ക് പുതിയൊരു ബോധോദയം? മാനത്ത് പൊട്ടി വീണതാ. തലക്കാലം 10 കെട്ട് എത്തിച്ചാ മതി കേട്ടോ. അത് നിന്റെ പ്രമാണിയോട് പറഞ്ഞേപ്പിച്ചാ മതി. അനുസരിക്കോ ആവോ. ആ അമ്പലക്കുളം അശുദ്ധമാക്കിന്ന് കേട്ട് വെള്ളം പറ്റിക്കത്രേ. അത് നീ തന്നെ ആയിരിക്കും. പച്ചോന്ന് നിന്റെയൊക്കെ തന്ത കീടങ്ങളെ. പച്ചോന്ന് പരീക്ഷ കഴിഞ്ഞ് സ്കൂള് പൂട്ടിയിട്ടുണ്ടാവും. ഇനി 2 മാസം സ്വൈര്യം ഉണ്ടാവില്ല ഇവറ്റകളെ കൊണ്ട്. അതെന്താ? സകല കുളത്തിൽ ഇവന്മാരെ താണ്ടാവ് നിർത്തുമായിരിക്കൂലേ? അതിന് അവര് വെള്ളത്തിലല്ലേ താണ്ടവാണ്. നമ്മുടെ സ്ഥാനം കരയിൽ പൊന്തയ്ക്കുള്ളിലല്ലേ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതിനൊക്കെ അല്പം മാനസിക വളർച്ച വേണം. അത് നിനക്കില്ല. ആ വണ്ടി ഇവിടെ നിർത്തടോ. ആ ഇറങ്ങി സ്റ്റാൻഡിൽ അടുത്തിരിയടോ. താൻ ഈ വാൽച്ചാനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഏതാണ് ചങ്ങായി? ചങ്ങായ കാമസൂത്ര എഴുതിയ ആളാണ്ടോ? അതെന്ത് സൂത്രാണ്? ആ സൂത്രമാണ് അറിഞ്ഞിരിക്കേണ്ട സൂത്രം. ഒന്ന് പരിചയപ്പെടായിരുന്നു. ഇപ്പൊ എവിടെ ഉണ്ട് ആള്? കറക്റ്റ് അഡ്രസ് എനിക്കറിയില്ല. പക്ഷെ ആ പുസ്തകം വായിച്ചാണ്ടല്ല, നിലത്ത് നിക്കില്ലടോ, നിലത്ത്. അതെന്താ? ആ ചെവിയും കടിപ്പിച്ചേ. അയ്യേ വൃത്തിയേട്ടൻ. എടാ ഒരാണായി ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നീ എന്തൊരു മനുഷ്യനാ. ഞാനൊക്കെ ഉണ്ടല്ലോ, മഞ്ജുള, മാധവി, സുബൈദ, മേരിക്കുഞ്ഞ്, അത് അവിടെ നടന്നില്ല. 5 അതെ. എടാ ജീവിതത്തിൽ ഇതൊക്കെ രസമുള്ള കാര്യങ്ങള്. സ്വല്പം കള്ളുകൂടി, അല്പം വിഷയം, ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ ഈ പറഞ്ഞതൊക്കെ പോട്ടെ. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. നീ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ല ആഗ്രഹം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്റെ മനസ്സിൽ? ദാ ഇവിടെ. എന്നാ പ്രേമിക്കണം. പ്രേമിച്ച് പ്രേമിച്ച് അതിന്റെ ഒരു പനി അങ്ങോട്ട് കേറണം. എന്റെ പൊന്നെ, ഈ ഭൂലോകം മുഴുവൻ നമ്മുടെ കാൽ കീഴാ. പിന്നെ നീ പ്രേമിച്ചിട്ടുണ്ടാ? മൂന്നെണ്ണം ഇപ്പൊ 3 അവിടെ ഉണ്ട്. അവരൊക്കെ ഓരോ വീട്ടിൽ നല്ല സമ്പൽ സമൃദ്ധമായി ഓരോ കുട്ടികളായി ജീവിക്കുന്നു. അപ്പൊ നീ 3 പേർക്ക് വീടും വെച്ചു കൊടുത്താ? ഞാനതിന് വീട് വെച്ചു കൊടുക്കണം. അവർക്ക് ഓരോ ഭർത്താക്കന്മാരല്ലേ വീട് വെച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നീ പ്രേമിച്ചു എന്ന് പറഞ്ഞത്? പ്രേമിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവരൊക്കെ കല്യാണം കഴിഞ്ഞവരാണെന്നും ഓരോരോ കുട്ടികളുണ്ടെന്നും.